പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നല്ല സ്വരത്തിൽ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഈ ആലയത്തിൽ നിങ്ങളോടൊത്ത് ബലിയർപ്പിക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് താഴെ ആശ്രമ ദേവാലയത്തിൽ ധ്യാനം നടക്കുന്ന സമയത്ത് കുറച്ച് പ്രാവശ്യം കുർബാനയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ഒരു ആലയം പണിതിന് ശേഷം ഇവിടേക്ക് വരുന്നത്. അന്ന് ഉള്ള പല മുഖങ്ങളെയും ഇന്നും കാണുന്നുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന ഈ അമ്മച്ചി അന്നും ഇതുപോലെ തന്നെ ഏറ്റവും മുമ്പിലിരിക്കാറുണ്ട്, ഇന്നും ഉണ്ട്. ഞങ്ങളൊക്കെ ഒരുമിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ അനുഗ്രഹിക്കുമെന്നുള്ള വലിയ വിശ്വാസം നമുക്കുണ്ട്. 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് കർത്താവ് അരുളിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട രഞ്ജിത്ത് അച്ഛനും ഞാനും ഒരു ഇടവകക്കാരനാണ്, കുരിയച്ചിറക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് അൾത്താരപാല സംഘത്തിൽ ഒക്കെ ആയിരുന്നതാണ്. പിന്നെ അച്ഛൻ കുറച്ച് ലേറ്റായിട്ടാണ് സെമിനാരിൽ ചേർന്ന അച്ഛനായത്. പക്ഷെ വളരെ പ്രത്യേകമായ രീതിയിൽ ദൈവം വിളിച്ച് പ്രത്യേകമായ ശുശ്രൂഷയൊക്കെ അച്ഛനെ ഏൽപ്പിച്ച് അച്ഛൻ ഏറ്റവും മനോഹരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അച്ഛൻ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ പള്ളിയിൽ, വാടാനപ്പള്ളി പള്ളിയിലാണ് ഞാൻ അവിടെ അച്ഛൻ ധ്യാനിപ്പിക്കാനായിട്ട് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇന്ന് കുർബാനയ്ക്ക് വരാനായിട്ട് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കുറേ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ്. കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ കുട്ടികൾ ഒരുമിച്ചൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു നിൽക്കാൻ നമുക്കൊക്കെ താല്പര്യമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ പ്രത്യേകിച്ച് വൊക്കേഷൻ, ദൈവവിളിയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരൊന്ന് പ്രോത്സാഹിപ്പിക്കുക എന്ന് ശ്രമിച്ച് നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് അച്ഛനാവാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും, സിസ്റ്ററാവാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ കുട്ടികൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരോട് ഞാൻ ആൺകുട്ടികളുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ വലുതാവുമ്പോൾ ആരായിത്തീരും? അപ്പോൾ അവരൊക്കെ ഓരോന്ന് പറയുകയാണ്, ഞങ്ങൾ ഡോക്ടറാവും, എഞ്ചിനീയറാവും, സയൻറ്റിസ്റ്റ് ആവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ അച്ഛനാവാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാളൊന്നും പറയണില്ല. അത് കഴിഞ്ഞു. ഇനി അടുത്ത വിഭാഗം പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളിൽ സിസ്റ്ററാവാൻ താല്പര്യമുള്ളവർ? അത് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്തൊരു രൂക്ഷമായി, എന്തൊരു പ്രത്യേക ഒരു കാര്യം കേട്ട പോലെ ഇങ്ങനെ നോക്കുകയാണ് എന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിൽ ചിലരെ കാണുമ്പോൾ ഭാവിയിൽ സിസ്റ്റർ ആവുന്ന തോന്നുന്നുണ്ട്, നിങ്ങളുടെ മുഖം അത് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ പോലും പറയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു കുട്ടി വളരെ സ്മാർട്ടായിട്ട് ചാടിക്കയറി അവൾ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ആവച്ചാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെ, കാരണം ബാക്കി എല്ലാവരും ഇങ്ങനെ കിടന്ന സമയത്താണ് ഈ കുട്ടി പറയണത് ഞാൻ സിസ്റ്റർ ആവും, നല്ല സുന്ദരിയായിട്ടുള്ള നല്ല മിടുക്കിയായിട്ടുള്ള മകള്. ഞാൻ ചോദിച്ചു, മോളെന്താ ഇത്ര, എല്ലാവരും ബാക്കി ആരും സിസ്റ്റർ ആകുമെന്ന് പറയുന്നില്ല, പക്ഷെ മോളെന്താ ഇത്ര പെട്ടെന്ന് സിസ്റ്റർ ആവുമെന്ന് പറഞ്ഞ്? അവളോട് പറഞ്ഞു, അച്ഛാ, സിസ്റ്റർ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രസവിക്കാൻ എന്താ പ്രശ്നം? അപ്പോൾ അവള് പറഞ്ഞു, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനയുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് പ്രസവിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ട് സിസ്റ്റർ ആവാണ് നല്ലത്. ആ കേട്ടത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സിസ്റ്റർ ആവാനാണ് താല്പര്യമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം എന്താണ്? കുരിശില്ലാതെ കിരീടം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ വചനം പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്യുക. ഈശോയുടെ ശിഷ്യനാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിളി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലെ കുരിശെടുക്കുക എന്നുള്ളത്, സഹനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗത്ത് നിന്ന് 1-2 കാര്യങ്ങളെ മാത്രം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമാണ് ക്ഷമ. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കാണിച്ചു തന്ന മാതൃക, ക്ഷമിക്കുന്ന മാതൃക, ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചു തന്നത്. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥന നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി. ഈശോ കടന്നുപോയ സഹനത്തിന്റെ പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ സഹനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. അതിനുള്ള കൃപയാണ് നമ്മൾ സ്വന്തമാക്കേണ്ടത്. ക്ഷമിക്കുന്ന ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഞാനൊരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പള്ളിയിൽ കൊച്ചനായിട്ടിരിക്കുമ്പോൾ
ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സിസ്റ്റർമാരുടെ ഒരു കാര്യമാണ്. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ സിസ്റ്റർമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പറയാണ്, ഞാൻ മഠത്തിൽ ചേർന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ സിസ്റ്റർ ആവാനായിട്ട് പഠിക്കാനായിട്ട് ചേർന്ന സഹോദരി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. മറ്റുള്ളവരുടെയൊക്കെ പോലെ ഒന്നല്ല, ഞങ്ങൾ ഒരുപാട് സമയം സംസാരിക്കും. ഞങ്ങൾ അത്ര ആഴമായിട്ടൊരു ബന്ധമായിരുന്നു. അപ്പം ആ സിസ്റ്റർ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൽ വന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ലോകത്ത് ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതം, പരലോകത്തുള്ള ജീവിതം. പരലോകത്ത് പോയിട്ട് ആരും തന്നെ തിരിച്ചു വന്ന് അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാനൊരു ആഗ്രഹം. അപ്പം ഞങ്ങളിങ്ങനെ പരസ്പരം പറഞ്ഞു, നമ്മളിൽ ആരാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ആ മരിച്ചു പോകുന്ന ആൾ തിരിച്ചു വന്ന് മറ്റാളോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും നടന്നാൽ പോരെ, കുറച്ചും കൂടെ ഒക്കെ വിശുദ്ധമായിട്ട് നമുക്ക് ജീവിക്കണം. അപ്പം അതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു. സാധാരണ സിസ്റ്റേഴ്സൊക്കെ ഒരു കൊന്ത അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു കൊന്തയും കൊണ്ട് 2 കൊന്തൊക്കെ ചെല്ലുമ്പോൾ ഇവർ തീരുമാനിച്ചു കുറച്ചധികം കൊന്ത ചെല്ലും, 10 കൊന്തൊക്കെ മിനിമം ഒരു ദിവസം ചെല്ലണം. സാധാരണ രീതിയിൽ വെള്ളിയാഴ്ചയൊക്കെ ഉപവസിക്കുമ്പോൾ ഇവർ തീരുമാനിച്ചു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഉപവസിക്കണം. അതുപോലെ തീവ്രമായിട്ടുള്ള നോമ്പെടുക്കണം. അങ്ങനെ നോമ്പെടുത്ത് തുടങ്ങി. സാധാരണ സിസ്റ്റേഴ്സൊക്കെ മുട്ടുകൂത്തി ത്യാഗപൂർവ്വം കൈവിരിച്ച് പിടിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവര് ചെയ്യുന്നത് കുറച്ചും കൂടെ ത്യാഗം എടുത്ത് ചരലിലും കല്ലിലൊക്കെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ തീഷ്ണമായിട്ടുള്ള പ്രാർത്ഥന. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൽ മറ്റേ കന്യാസ്ത്രീ മരിക്കുകയാണ്. മറ്റേ കന്യാസ്ത്രീ മരിച്ചപ്പോൾ ഈ സിസ്റ്ററിന് ഭയങ്കര സങ്കടമായി. കാരണം തനിക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരിയാണ്, ഒരേ ഒരു കൂട്ടുകാരി. ആ കൂട്ടുകാരിയായിട്ട് ഒരു ആഴമായിട്ടുള്ള ബന്ധം, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് മരിച്ചപ്പോൾ ഒരുപാട് സങ്കടമായി. പക്ഷെ എന്നാലും മനസ്സിലുണ്ടായിരുന്നൊരു പ്രതീക്ഷ, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റർ തിരിച്ചു വരും, അവിടുത്തെ കാര്യങ്ങൾ പറയുമെന്നുള്ളതിനുള്ള സന്തോഷമുണ്ട്, ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയോടുകൂടി ഈ സിസ്റ്റർ കാത്തിരിക്കുകയാണ്. രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഒരുപാട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. ഒരു ദിവസം രാത്രി 12 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സിസ്റ്റർ കടന്നുറങ്ങിയിരുന്ന മുറിയുടെ കോർണറിൽ മറ്റേ സിസ്റ്റർ ഒരു പ്രകാശത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ സിസ്റ്റർ പറയുന്നത്. ആ സിസ്റ്റർ മുറിയുടെ കോർണറിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സൈഡിലേക്ക് ഒന്ന് തുപ്പണം പോലെ കാണിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഗോ ടു ഹെവൻ. സ്വർഗത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആക്ഷൻ കാണിക്കുന്നത്. അപ്പൊ തന്നെ സിസ്റ്ററിന് കാര്യം പിടികിട്ടി. ഈ സിസ്റ്റർ ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല. ഈ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിരുന്നപ്പോ, മഠത്തിലായിരുന്നപ്പോ പ്രത്യേകിച്ച് അധികാരികളോടൊരു പുച്ഛ മനോഭാവമാണ് ഉണ്ടായിരുന്നത്. അനുസരണക്കേടിന്റെ ഒരു മനോഭാവമാണ് ഉണ്ടായിരുന്നത്. എന്ത് പറഞ്ഞാലും പുച്ഛിക്കുക, ഒരു കാര്യം അനുസരിക്കാതിരിക്കുക, ഒരു ക്ഷമയില്ലാത്ത രീതിയിൽ അവരെ കാണുക, അങ്ങനെയുള്ള ഒരു ശൈലിയാണ് ഈ സിസ്റ്റർ വെച്ച് പുലർത്തിയിരുന്നത്. അപ്പൊ ഈ സിസ്റ്റർ മനസ്സിലാക്കി ആ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ട് മാത്രം ഇന്നും ഈ സിസ്റ്ററിന് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല, പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഈ സിസ്റ്റേഴ്സ് മറ്റേ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കൊണ്ടു നടക്കണം. നമ്മൾ കുറെ ത്യാഗങ്ങൾ എടുക്കും, ഉപവസിക്കും, നോമ്പെടുക്കും, എല്ലാ കാര്യങ്ങളും കുരിശിന്റെ വഴി പ്രാർത്ഥന ചെല്ലും, മലയാറ്റൂർക്ക് പോകും, വേളാങ്കണ്ണിക്ക് തീർത്ഥാടനം പോകും. പക്ഷെ എന്താണ് അതിനപ്പുറത്ത് നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം നമ്മൾ മറന്നു പോവുകയാണ്. നമ്മൾ എടുക്കുന്ന ത്യാഗത്തിൻ്റെയൊക്കെ ഫലം നമ്മൾ കാണേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. പ്രത്യേകിച്ച് സ്നേഹത്തിൽ നമ്മൾ വളരുന്നില്ലെങ്കിൽ, മറ്റൊരാളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ത്യാഗത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എന്ന് നമ്മൾ സ്നേഹത്തിലേക്ക് നമ്മൾ വളരുന്നോ അന്നാണ് ഈ നോമ്പിനും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കൊക്കെ അർത്ഥമുള്ളൂ. എനിക്കറിയാം, ഒരു ചേട്ടൻ എല്ലാ വർഷവും ആൾ വേളാങ്കണ്ണിക്ക് പോകും. ഇതുപോലെ തന്നെ നോമ്പെടുത്ത് ത്യാഗം എടുത്ത് ഉപവസിച്ച് പ്രാർത്ഥന ചൊല്ലി അദ്ദേഹം വേളാങ്കണ്ണിലേക്ക് പോകും. പക്ഷെ വേളാങ്കണ്ണിയെ പോയി കഴിഞ്ഞ് ആ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആദ്യം കാണുന്ന ബാറിൽ കയറി കുടിച്ചിട്ടേ അദ്ദേഹം വരുള്ളൂ. അത് എല്ലാ വർഷവും ഉള്ളതാ. അത്ര നാള് ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ച് ചെന്ന് ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്ന ബാറിൽ കയറിച്ച് മദ്യപിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇദ്ദേഹം എടുത്ത ത്യാഗത്തിനൊക്കെ എന്താ പ്രസക്തി എന്ന് പറഞ്ഞ പോലെ തന്നെയാ നമ്മൾ ഒരുപാട് ത്യാഗം എടുത്ത് നോമ്പെടുത്ത് ഉപവസിച്ചു, പക്ഷേ അത് നമ്മുടെ സ്നേഹത്തിലേക്ക് വളർത്തുന്നില്ലെങ്കിൽ ഈ ചെയ്തതിനൊന്നും യാതൊരു ഉപകാരവുമില്ല. സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈശോ പറഞ്ഞതാ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടും? പാപികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടായിരിക്കണം. എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സ്നേഹിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ത്യാഗം. നമ്മുടെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ച ഈശോ കുരിശിൽ കിടക്കുമ്പോൾ നമുക്കറിയാം, ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചവർ തന്നെയാണ് ഈശോയെ വിഷമിപ്പിച്ചത്, വേദനിപ്പിച്ചത്, ചാട്ടവാറടിച്ചത്, ആട്ടിത്തുപ്പിയത്. പക്ഷെ എന്നിട്ട് അവരോട് സ്നേഹിക്കുന്ന സ്നേഹം വെച്ച് പുലർത്തുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൽ അതുപോലൊരു സ്നേഹത്തിലേക്ക് വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു, ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യാനായിട്ട് ഈശോ പറയാ.
ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യണം. നമുക്കറിയാം ഈശോയുടെ ജീവിതം മുഴുവൻ നന്മയുടെ ഒരു ജീവിതമാണ്. അവസാന നിമിഷത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ പോലും ഈശോ നന്മ ചെയ്തവനാണ്. നമുക്കറിയാം കുരിശിന്റെ വഴി യാത്രയിൽ ഒരുപാട് സഹനത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോഴും ഓർസ്ലൻ നഗരിയിലെത്തുമ്പോൾ ആ സ്ത്രീകളെ ഈശോയെ കണ്ട് വിലപിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോ എന്ന് പറയുന്നത് ആ വേദനയുടെ മധ്യത്തിലും അവരോട് പറയാണ്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കും, ഇവിടെ വലിയ ക്ഷാമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോ അവരെ ആശ്വസിപ്പിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈശോയെ പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് ആ ഗത്സമനത്തോടെ രക്തം വീർത്ത് പ്രാർത്ഥിച്ചിറങ്ങി വരുമ്പോൾ യൂദാസ് ഒറ്റിക്കൊടുത്ത് ഈശോയെ പടയാളി വന്ന് പിടിക്കുന്ന സമയത്ത് എന്താ, പടയാളികളിൽ ഒരാളുടെ ചെവി പത്രോസ് ചേരിച്ച് കളയാണ് വാളെടുത്തിട്ട്. നമ്മളൊക്കെ ആ സമയത്ത് നമ്മുടെ കൂടെ നമ്മളൊരാൾ പിടിക്കാൻ വരുമ്പോൾ വേറൊരാളിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? ഓ, ആശ്വാസം, എൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ പത്രോസ് ആ ഉറയിൽ നിന്ന് വാളെടുത്ത് അവന്റെ ചെവി ചേരിച്ച് കളഞ്ഞ ഈശ്വരനെ ചെയ്തത് ആ ചെവിയെടുത്ത് അവന്റെ ചെവിയുടെ അവിടെ ചേർത്ത് വെച്ചിട്ട് അവനെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ മരിക്കണ സമയത്ത് കള്ളന്മാർ രണ്ടുപേർ അപ്പുറത്തും കിടക്കുന്നുണ്ട്. ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ അവരെന്താ പറഞ്ഞേ, ഇവനെ ഇത്ര ചെയ്തിട്ട് ഇവനെ ദൈവപുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, ഇവനെ തന്നെ രക്ഷിക്കട്ടെ, നമ്മളെയും രക്ഷിക്കട്ടെ. വലതുവശത്ത് കിടന്ന കള്ളൻ എന്ത് പറഞ്ഞു? ഇവൻ എത്ര നീതിമാനായിട്ട് ജീവിച്ചതാ, നമ്മളോ പാപികളായിട്ട് ജീവിച്ചു. ഇവൻ ഒരിക്കലും ഇവന് ഒരു ശിക്ഷ കിട്ടാൻ പാടില്ലാത്തതായിരുന്നു. ഉടനെ നമ്മളൊക്കെ ആണെങ്കിൽ ഈശോ ഇപ്പോൾ ഭാഗത്ത് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? തോന്നിവാസികൾ തോന്നി പോലെ ജീവിച്ചിട്ട് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈശോ എന്താ പറഞ്ഞേ? നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വലതുവശത്ത് കിടന്ന കള്ളന് അവന് മാപ്പ് കൊടുക്കുക. അവനോട് പറ, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും. അവന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുക. ഈശോ അവസാന തുള്ളി രക്തം നിലത്ത് വീഴ്ത്തി ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ വന്നിട്ട് അവന്റെ വിലാപുറത്ത് കുത്തുന്നത്. നമ്മളാണ് ഈശോയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചിന്തിക്കും? ശവത്തിൽ കുത്തല്ലേ എന്ന് നമ്മൾ പറയും. ഇവിടെ ഈ കുത്തുന്ന സമയത്ത് ഈശോ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കി അവന്റെ കണ്ണിന് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുക. നമ്മളിവിടെ ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നന്മയേക്കാളും ശ്രേഷ്ഠമെന്ന പുണ്യം അത് കരുണയാണെന്ന് ഈശോ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതങ്ങൾ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മൾ കരുണ പോയിട്ട് നന്മ ചെയ്യാൻ, വേദനിക്കുന്ന ഒരു സമയത്ത് ഒരു നന്മ ചെയ്യാൻ നമുക്ക് പറ്റുമോ? നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു നന്മ ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെടാത്ത ഒരാൾക്ക് കൊടുക്കുന്നതാണ് കരുണ. ആ കരുണയില്ലെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യുന്ന ഒരു മനോഭാവത്തിലേക്കെങ്കിലും വളരാൻ നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പറ്റുമോ നമ്മൾ ചിന്തിച്ചു നോക്കണം. ഈശോയുടെ പ്രത്യേകത അതൊക്കെയായിരുന്നു. പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. അതുപോലെ ദേഷ്യത്തോടു കൂടി തന്നോട് പെരുമാറിയവർക്ക് അവർക്ക് നന്മ ചെയ്ത് ഈശോ കരുണ കാണിച്ച ഈശോ, കരുണയുടെ ശ്രേഷ്ഠ മനോഭാവം നമുക്ക് കാണിച്ചു തന്ന ഈശോ ഇന്ന് ബലിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ പോലെ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ കരുണ കാണിക്കാനൊക്കെയുള്ള ഒരു വലിയ ഹൃദയം കർത്താവ് എനിക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും